ഇന്ന് നമ്മൾ പഠിക്കുന്നത് 4ാമത്തെ യൂണിറ്റിലെ 1ാമത്തെ പാഠഭാഗമാണ്. നമ്മുടെ 4ാമത്തെ യൂണിറ്റിൻ്റെ പേരാണ് സ്ട്രൈവ് ആൻഡ് ത്രൈവ്. സ്ട്രൈവ് എന്ന് പറഞ്ഞാൽ പരിശ്രമിക്കുക, ത്രൈവ് എന്ന് പറഞ്ഞാൽ അഭിവൃദ്ധി പ്രാപിക്കുക. അപ്പോൾ നമ്മുടെ യൂണിറ്റിൻ്റെ അർത്ഥം എന്താണ്? പരിശ്രമിക്കുകയും അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്യുക. അപ്പോൾ നമ്മൾ എന്ത് കാര്യം നേടണം എന്നുണ്ടെങ്കിലും നമ്മൾ വളരെയധികം പരിശ്രമിക്കേണ്ടതുണ്ട്. എന്നാലേ നമുക്ക് ആ ഒരു കാര്യം നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. തൊട്ടു താഴെ ആൽഫ്രഡ് ലോർഡ് ടാനിസൺ പറഞ്ഞത് എന്താണെന്ന് നോക്കൂ. വി ആർ വൺ ഈക്വൽ ടെമ്പർ ഓഫ് ഹീറോയിക് ഹേർട്സ്. നമ്മളെല്ലാവരും ഒരേ സ്വഭാവമുള്ള ഹീറോയിക് ഹേർട്സിൻ്റെ ഉടമകളാണ്. മെയ്ഡ് വീക്ക് ബൈ ടൈം ആൻഡ് ഫേറ്റ്. പലപ്പോഴും ആ ഒരു ഹൃദയം വിധിക്കനുസരിച്ചും സമയത്തിനനുസരിച്ചും ദുർബലമാകുന്നു. ബട്ട് സ്ട്രോങ് ഇൻ വിൽ ടു സ്ട്രൈവ്. പക്ഷേ പരിശ്രമിക്കാനുള്ള അതിയായ ആഗ്രഹത്തിൽ അത് വളരെയധികം സ്ട്രോങ് ആണ്. ടു സീക്ക്, അതുപോലെ എന്തിനു വേണ്ടിയിട്ട്? കണ്ടെത്താൻ വേണ്ടിയിട്ട്, അന്വേഷിക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് നോട്ട് ടു യെൽഡ്, അതുപോലെ വഴങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടും അത് വളരെയധികം സ്ട്രോങ് ആണ് എന്നാണ് പറയുന്നത്. നമ്മുടെ ഹൃദയം സമയത്തിനനുസരിച്ചും വിധിക്കനുസരിച്ചിട്ടും പലപ്പോഴും ദുർബലമാവുന്നുണ്ടെങ്കിലും അത് വളരെയധികം സ്ട്രോങ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എത്രത്തോളം പരിശ്രമിക്കുന്നോ അത്രത്തോളം നമുക്ക് അഭിവൃദ്ധി പ്രാപിക്കാൻ സാധിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ചിത്രത്തിൽ ഒരു വൃക്ഷം കാണാം. ആ ഒരു വൃക്ഷം നോക്കൂ, വളരെയധികം ഉണങ്ങിയിരിക്കുന്ന ഒരു വൃക്ഷമാണല്ലേ. ആ തടിയെല്ലാം മുറിഞ്ഞു പോയിട്ടുണ്ട്. ഇനി അതിനെ അതിജീവിക്കാൻ കഴിയുമോ എന്ന് പോലും നമുക്ക് ഒരു സംശയം ഉളവാക്കുന്ന ഒരു ചിത്രമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. പക്ഷേ അവിടെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഒരു 2 ഇലകൾ അതിൽ നിന്നും പൊട്ടി മുളച്ച് വരികയാണല്ലേ. അത്രക്കും ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തെ അതിജീവിക്കുന്ന ഒരു വൃക്ഷത്തിൻ്റെ ഒരു തടിയാണ് നമുക്കിവിടെ ഈ ഒരു ചിത്രത്തിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചിത്രം നമുക്ക് എന്താണ് പറഞ്ഞു തരുന്നത്? ഏതൊരു ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ പോലും നമുക്കതിനെ അതിജീവിച്ച് മറികടക്കാൻ സാധിക്കുമെന്നാണ് ഈ ഒരു ചിത്രം പറഞ്ഞു തരുന്നത്. ഇനി നോക്കൂ, ഇവിടെ ലെറ്റ്സ് ലോഗിൻ എന്നുള്ള ഭാഗത്ത് ഇവിടെ പലയധികം ഭിന്നശേഷി വിഭാഗക്കാരെ നിങ്ങൾക്ക് കാണാം. അവർക്ക് എന്താണ്, ചിലർക്ക് കൈയില്ല, ചിലർക്ക് കാലില്ല. എന്നാലും അവരെന്ത് ചെയ്തു? അവർ പ്രയത്നിച്ചു. അവരുടെ കഴിവിൽ അവർ പ്രാധാന്യം നൽകിക്കൊണ്ട് അവർ പ്രയത്നിച്ച് അവരുടെ ജീവിതത്തിൽ നേട്ടം നേടിയതായിട്ട് നിങ്ങൾക്കിവിടെ ഒരു ചിത്രത്തിൽ കാണാൻ സാധിക്കുന്നു. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം, ഒരു കൈയില്ലാത്ത ആൾ ജിമ്മനായിട്ടുണ്ട് അല്ലേ. അതുപോലെ കാലില്ലാത്ത ആൾ നൃത്തം ചെയ്ത് പ്രൈസ് വാങ്ങിയിട്ടുണ്ട്. അതുപോലെ കണ്ണില്ലാത്ത ആൾ എന്ത് ചെയ്യുന്നുണ്ട്? എന്നാലും ആത്മവിശ്വാസത്തോടെ നിങ്ങൾക്കിവിടെ ചിത്രത്തിൽ നടക്കുന്നതായിട്ട് കാണാം. അതുപോലെ ഓരോരുത്തർക്കും ഓരോ പ്രയാസങ്ങളുണ്ടാകും. അപ്പോൾ അതിനെല്ലാം നമുക്ക് മറികടന്ന് അതിജീവിക്കാൻ സാധിക്കുമെന്നാണ് ഇതെല്ലാം നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇനി നോക്കൂ, വാട്ട് ഡസ് ദിസ് കോളേജ് കൺവേ ടു യു? നിങ്ങൾക്ക് എന്താണ് ഈ ഒരു കോളേജ് പറഞ്ഞു തരുന്നത്? അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഈ ഒരു കോളേജ് ഇവിടെ പറഞ്ഞു തരുന്നത്? This college conveys the idea of strength, determination and resilience. ഈ ഒരു കോളേജ് സ്ട്രെങ്ത്, അതുപോലെ ദൃഢനിശ്ചയം, പ്രതിരോധനശേഷി എന്നിവയെല്ലാം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇറ്റ് ഷോസ്, ഇത് കാണിക്കുന്നു, പീപ്പിൾ ഫ്രം ഡിഫറെൻറ്റ് വാക്സ് ഓഫ് ലൈഫ്, വ്യത്യസ്ത ജീവിത രീതിയിൽ നിന്ന് വരുന്ന ജനങ്ങൾ കോൺഫിഡൻ്റ്ലി, വളരെ ധൈര്യപൂർവ്വം നേരിടുന്നു ചലഞ്ചസ് അതായത് വെല്ലുവിളികൾ, ആൻഡ് സ്ട്രൈവിങ് ഫോർ സക്സസ്, എന്നിട്ട് വിജയത്തിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നു. ഇറ്റ് റിമൈൻഡ്സ് അസ്, ഇത് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു, ദാറ്റ് വിത്ത് കറേജ്, എന്തെന്നാൽ ധൈര്യത്തോടു കൂടെയും, ഹാർഡ് വർക്കോടുകൂടെയും ആൻഡ് എ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, അതുപോലെ ഒരു പോസിറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് നമുക്കത് കിട്ടും എന്നുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡും ഉപയോഗിച്ചുകൊണ്ട് വി ക്യാൻ ഓവർകം എനി ഒബ്സ്റ്റാക്കിൾസ്. നമുക്ക് ഏതൊരു ഒബ്സ്റ്റാക്കിൾസ്, അതായത് ഏതൊരു ബുദ്ധിമുട്ടിനെയും നമുക്ക് ഓവർകം ചെയ്യാൻ സാധിക്കും. ഓവർകം എന്ന് പറഞ്ഞാൽ മറികടക്കാൻ സാധിക്കും. ഇൻ ലൈഫ് ആൻഡ് അച്ചീവ് അവർ ഡ്രീംസ്, നമ്മുടെ ലൈഫിലുള്ള എല്ലാ ഒബ്സ്റ്റാക്കിൾസും, എന്നിട്ട് നമുക്ക് എന്ത് അച്ചീവ് ചെയ്യാൻ സാധിക്കും? നമുക്ക് നമ്മുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും. അച്ചീവ് എന്ന് പറഞ്ഞാൽ നേടിയെടുക്കുക. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് മേക്ക് പീപ്പിൾ സക്സീഡ് ഇൻ ലൈഫ്? മനുഷ്യരെ ജീവിതത്തിൽ വിജയിക്കാനായിട്ട് സഹായിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഘടകങ്ങൾ. ഡിസ്കസ്, ചർച്ച ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം അല്ലേ. ഹാർഡ് വർക്ക്, എന്താണ് ഹാർഡ് വർക്ക്? കഠിനാധ്വാനം. ആൻഡ് ഡെഡിക്കേഷൻ, സമർപ്പണം. സെൽഫ് കോൺഫിഡൻസ്, ഒരു സ്വയമുള്ള ഒരു ധൈര്യം വേണം നമുക്ക്, എനിക്കത് സാധിക്കും എന്നുള്ള ഒരു സെൽഫ് കോൺഫിഡൻസ് നമുക്ക് വേണം.
റെസിലൻസ് അതുപോലെ പ്രതിരോധശേഷി. എന്ത് വേണം? പ്രതിരോധശേഷി വേണം. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കത് കിട്ടുമെന്നുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് വേണം നമുക്ക്. അതുപോലെ സപ്പോർട്ട്. നമുക്ക് എന്ത് വേണം? സപ്പോർട്ട് വേണം. ആൻഡ് ടീം വർക്ക്. അതുപോലെ നമുക്കിപ്പോൾ ഒരു ടീമായിട്ടാണ് നമുക്കത് നേടിയെടുക്കേണ്ടത് എന്നുണ്ടെങ്കിൽ നമുക്ക് ടീമായിട്ടുള്ള അധ്വാനം നമുക്ക് വേണ്ടി വരും. പീപ്പിൾ ഹു സർവൈവ് അഡ്വേഴ്സ് സർക്കംസ്റ്റൻസസ് ക്യാൻ ത്രൈവ്. വ്യത്യസ്ത അനുകൂല സാഹചര്യങ്ങളെ അതിജീവിക്കുന്ന മനുഷ്യർക്കും അഭിവൃദ്ധി പ്രാപിക്കാൻ സാധിക്കും. അഡ്വേഴ്സ് സർക്കംസ്റ്റൻസസ് എന്ന് പറഞ്ഞാൽ പ്രതികൂല സാഹചര്യങ്ങൾ. സർവൈവ് എന്ന് പറഞ്ഞാൽ അതിജീവിക്കുക. ഥു ബോൺ വിത്ത് ട്രിമാൻഡസ് പൊട്ടൻഷ്യൽ. വളരെയധികം വലിയ കഴിവുകൾ കൊണ്ട് ജനിച്ചിട്ടും, പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ കഴിവാണ്. വി മേ ഫാൾട്ടർ. നമ്മൾ പരാജയപ്പെട്ടു പോകുന്നു. അറ്റ് സർട്ടൈൻ പോയിന്റ്സ്. ചില പ്രത്യേക പോയിന്റിൽ ഇൻ ലൈഫ്, ജീവിതത്തിലല്ല. ടിൽ അവർ ഇന്നേറ്റ് സർവൈവൽ. എന്നിട്ടും നമ്മുടെ അതിജീവന ശേഷി, നമുക്ക് അതിജീവിക്കണം എന്നുള്ള അതിയായ ആഗ്രഹം, ഇൻസ്റ്റിക്റ്റ് നമ്മളെ നിർബന്ധിപ്പിക്കുന്നു. എന്നിട്ട് പുൾസ് ബാക്ക് ഓൺ ട്രാക്ക്. ട്രാക്കിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നു. പുൾസസ് ബാക്ക് നമ്മളെ തിരിച്ചു കൊണ്ടുവരുന്നു ഓൺ ട്രാക്കിലേക്ക്. വിത്ത് ഇറ്റ്, അതുകൊണ്ട് തന്നെ വി ക്യാൻ കോൺകർ ദ വേൾഡ്. നമുക്ക് ഈ ഒരു ലോകം കീഴടക്കാൻ സാധിക്കും. കോൺകർ എന്ന് പറഞ്ഞാൽ കീഴടക്കുക. റെസിലൻസ് ഈസ് എ കീ ഹ്യൂമൻ ആട്രിബ്യൂട്ട്. പ്രതിരോധന ശേഷി ഒരു പ്രധാനപ്പെട്ട മനുഷ്യ ഗുണമാണ്. ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ ഗുണം. റെസിലൻറ്റ് ഇൻഡിവിജ്വൽസ്. പ്രതിരോധശേഷിയുള്ള വ്യക്തികൾക്ക് ക്യാൻ ബൗൺസ് ബാക്ക്. അവർക്ക് കരകയറാൻ സാധിക്കും. ബൗൺസ് ബാക്ക് എന്ന് പറഞ്ഞാൽ കരകയറുക. ഫ്രം അഡ്വേഴ്സിറ്റി, പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്നും. ആൻഡ് ഫേസ് ചലഞ്ചസ്. അതുപോലെ അവർക്ക് അവരുടെ ജീവിതത്തിൽ വരുന്ന ചലഞ്ചസിനെ അഭിമുഖീകരിക്കാൻ സാധിക്കും. വിത്ത് ഡിറ്റർമിനേഷൻ. എന്തുകൊണ്ടാണ് നമുക്ക് ആ ഒരു ചലഞ്ചസിനെ അഭിമുഖീകരിക്കാൻ സാധിക്കുന്നത്? വിത്ത് ഡിറ്റർമിനേഷൻ. എന്തുകൊണ്ടാണ്? ദൃഢനിശ്ചയം കൊണ്ടാണ് നമ്മൾ ആ ഒരു ചലഞ്ചസിനെ നമുക്ക് അഭിമുഖീകരിക്കാൻ സാധിക്കുക. ഇറ്റ് ഈസ് ഡിറ്റർമിനേഷൻ. ഇത് ഡിറ്റർമിനേഷനാണ് ദാറ്റ് ഹെൽപ്പ് അസ് സർവൈവ് ആൻഡ് ത്രൈവ്. അതിജീവിക്കാനും അഭിവൃദ്ധി പ്രാപിക്കാനും സഹായിക്കുന്നത് എന്താണ്? ഡിറ്റർമിനേഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇതിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത്? നമുക്ക് ഏതൊരു പ്രതികൂല സാഹചര്യങ്ങളെയും അതിജീവിക്കാൻ സാധിക്കും എന്നാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു ഡിറ്റർമിനേഷൻ ഉണ്ടാവണം, ദൃഢനിശ്ചയം ഉണ്ടാവണം. എനിക്കത് സാധിക്കും, എന്നാൽ നമുക്ക് എന്തായാലും അത് നേടാൻ സാധിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുന്ന ഒരു ചെറിയൊരു കഥയാണ് നമുക്കിവിടെ നൽകിയിട്ടുള്ളത്. ഇത് ശരിക്കും നടന്നിട്ടുള്ള ഒരു കഥയാണ്. നമുക്ക് നോക്കാം. ലെറ്റ്സ് റീഡ് ആൻഡ് റിഫ്ലക്റ്റ്. ഇമാജിൻ ദ വൺ തിങ് യു ലവ് ടു ഡു ദ മോസ്റ്റ്. നിങ്ങൾ കൂടുതലായി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നിങ്ങൾ ഇമാജിൻ ചെയ്യുക. ഇമാജിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സങ്കല്പിക്കുക. നൗ ഇമാജിൻ ഔട്ട് ഓഫ് നോ വേൾഡ്. ഇനി നിങ്ങൾ ഇമാജിൻ ചെയ്യുക. സംതിങ് ഹാപ്പൻസ് ആൻഡ് യു റിയലൈസ് യു മേ നെവർ ബി ആബിൾ ടു ഡു ഇറ്റ് അഗെയിൻ. എന്തോ ഒന്ന് സംഭവിച്ചു, എന്നിട്ട് ഇനി നിങ്ങൾ അത് തിരിച്ചറിഞ്ഞു. എന്താ നിങ്ങൾ തിരിച്ചറിഞ്ഞത്? നിങ്ങൾക്കിനി അതൊരിക്കലും ചെയ്യാൻ സാധിക്കില്ല എന്ന്. ഹാപ്പൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സംഭവിച്ചു. റിയലൈസ് എന്ന് പറഞ്ഞാൽ തിരിച്ചറിയുക. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്തോ ഒരു കാരണം കൊണ്ട് നിങ്ങൾക്കത് ചെയ്യാൻ സാധിച്ചില്ല. ഹൗ വുഡ് യു ഫീൽ? നിങ്ങൾക്കത് എങ്ങനെയാണ് ഫീൽ ആവുക? നിങ്ങൾക്ക് സാഡ്, ആംഗ്രി, ഷെൽ ഷോക്ക്ഡ്. നിങ്ങൾക്ക് സങ്കടം തോന്നുമോ? അതോ ദേഷ്യം പിടിക്കുമോ? ആംഗ്രി എന്ന് പറഞ്ഞാൽ എന്താണ്? ദേഷ്യം പിടിക്കുക. ഷെൽ ഷോക്ക്ഡ്, അത് നിങ്ങൾ അമ്പരന്ന് പോകുമോ? അപ്പോൾ ഫോർ 13-year-old ബെഥനി ഹാമിൽട്ടൺ ദ ആൻസർ വാസ് ഓൾ ഓഫ് ദ അബോവ്. അപ്പോൾ ബെഥനി ഹാമിൽട്ടൺ എന്ന് പറയുന്ന 13 വയസ്സുകാരിക്ക് ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് മുകളിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളുമാണ്. എന്തൊക്കെയാണ്? അവൾക്കപ്പോൾ സങ്കടം തോന്നിയിട്ടുണ്ടാകാം, വിഷമം തോന്നിയിട്ടുണ്ടാകാം, ദേഷ്യം തോന്നിയിട്ടുണ്ടാകാം, ഷെൽ ഷോക്ക്ഡ്, അവൾ അമ്പരന്ന് പോയിട്ടുണ്ടാകാം. അപ്പോൾ ഇതൊക്കെ ആർക്ക് തോന്നിയിട്ടുണ്ട്? ബെഥനി ഹാമിൽട്ടൺ എന്ന് പറഞ്ഞിട്ടുള്ള 13 വയസ്സുകാരിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അവളുടെ കഥ എന്താണ് എന്നാണ് നമ്മൾ ഈ ഒരു പാഠഭാഗത്തിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് എഴുതിയിട്ടുള്ളതും ആര് തന്നെയാണ്? ബെഥനി ഹാമിൽട്ടൺ തന്നെയാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ബെഥനി ഹാമിൽട്ടൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള കഥയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു പാഠത്തിൻ്റെ പേരെന്താണെന്ന് നോക്കാം. ദ അൺസ്റ്റോപ്പബിൾ സോൾ സർഫർ. സർഫർ എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ചിത്രത്തിൽ നൽകിയിട്ടുണ്ട്. എന്താണ് നൽകിയിട്ടുള്ളതെന്ന് നോക്കൂ. ഇവിടെ കടൽ തിരമാലകളെ മറികടന്ന് കടലിലൂടെ റൈഡ് ചെയ്യുന്ന ഒരു തരം കായികമാണ് ഈ സർഫിംഗ് എന്ന് പറയുന്നത്. ഈ സർഫിംഗ് ചെയ്യുന്ന ആളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സർഫർ എന്ന് പറയുന്നത്. അപ്പോൾ സോൾ സർഫർ എന്ന് പറഞ്ഞാൽ
ആ ഒരു സർഫിംഗ് ചെയ്യുന്നതിലേക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടൊരു വ്യക്തിയാണ് നമ്മൾ സോൾ സർഫർ എന്ന് പറയുന്നത്. അപ്പോൾ അൺസ്റ്റോപ്പബിൾ എന്ന് പറഞ്ഞാൽ ഒരിക്കലും നിർത്താൻ കഴിയാത്ത, അതായത് ഒരിക്കലും നിർത്താത്ത എന്നാണ് അർത്ഥം വരുന്നത്. ദ അൺസ്റ്റോപ്പബിൾ സോൾ സർഫർ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ആ ഒരു പ്രക്രിയയെ നിർത്താത്ത, അതായത് സർഫിംഗ് എന്ന പ്രക്രിയയെ നിർത്താത്ത സോൾ സർഫർ എന്നാണ് ഈ ഒരു ഹെഡിങ്ങിൻ്റെ മീനിങ്. അപ്പോൾ ഇനി നമുക്ക് കഥയിലേക്ക് കിടക്കാം. ഇറ്റ് കെയിം ലിറ്ററലി ഔട്ട് ഓഫ് ദ ബ്ലൂ. ഔട്ട് ഓഫ് ദ ബ്ലൂ എന്ന് പറഞ്ഞാൽ അപ്രതീക്ഷിതമായി. ഇത് അപ്രതീക്ഷിതമായാണ് വന്നത്. ഐ ഹാഡ് നോ വാണിംഗ് അറ്റ് ഓൾ. എനിക്ക് യാതൊരു വാണിങ്ങും ഉണ്ടായിരുന്നില്ല. നോട്ട് ഈവൻ ദ സ്ലൈറ്റസ്റ്റ് ഹിൻറ്റ്, ഒരു ചെറിയ സൂചന പോലും ഉണ്ടായിരുന്നില്ല. ഓഫ് ഡേഞ്ചർ ഓൺ ദ ഹൊറിസോൺ. ഓൺ ദ ഹൊറിസോൺ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നടക്കുക, പെട്ടെന്ന് നടക്കാനിരിക്കുന്ന ഒരു ഡേഞ്ചറിനെ കുറിച്ചിട്ടുള്ള യാതൊരു സൂചനയും എനിക്കുണ്ടായിരുന്നില്ല. ദ വാട്ടർ വാസ് ക്രിസ്റ്റൽ ക്ലിയർ. വെള്ളം വളരെയധികം പളുങ്കുപോലെ ക്ലിയർ ആയിരുന്നു. ആൻഡ് കാം, അതുപോലെ ശാന്തവുമായിരുന്നു. ഇറ്റ് വാസ് മോർ ലൈക്ക് സ്വിമ്മിങ് ഇൻ എ പൂൾ. ഇതൊരു പൂളിൽ നീന്തുന്നത് പോലെയായിരുന്നു, അതായത് ഒരു കുളത്തിൽ നീന്തുന്നത് പോലെയായിരുന്നു. റേദർ ദാൻ ദ ഡീപ്പ് ഓഷ്യൻ വാട്ടേഴ്സ് ഇൻ കൊവായ് ഹവായ്. ഹവായ് ദ്വീപിലെ കൊവായ് എന്നുള്ള ആഴത്തിലുള്ള സമുദ്രത്തിലുള്ള വാട്ടറിൽ നീന്തുന്നതിനേക്കാളും വെർ ഐ ഗോ ഓൾമോസ്റ്റ് എവ്രി മോർണിംഗ്. അവിടേക്ക് ഞാൻ എല്ലാ മോർണിംഗിലും, അതായത് എല്ലാ രാവിലെയും പോകാറുണ്ട്. ടു സർഫ് വിത്ത് മൈ ഫ്രണ്ട് അലാന. എൻ്റെ ഫ്രണ്ടായിട്ടുള്ള അലാനയുടെ കൂടെ സർഫ് ചെയ്യാൻ വേണ്ടിയിട്ട്. അലാന ബ്ലഞ്ചാർഡ് എന്നാണ് മുഴുവനായിട്ടുള്ള പേര്. ഓർ ദ അതർ ഗേൾസ് ഓൺ ദ ഹെനാലായ് ഗേൾസ് സർഫ് ടീം. അല്ലെങ്കിൽ ഞാൻ ഹെനാലായ് ഗേൾസ് സർഫ് ടീമിലുള്ള മറ്റ് ഗേൾസിൻ്റെ കൂടെ അവിടേക്ക് എന്നും രാവിലെ പോകാറുണ്ട്. ദ വേവ്സ് വേർ സ്മോൾ ആൻഡ് ഇൻകോൺസിസ്റ്റൻറ്റ്. വേവ്സ് എല്ലാം ചെറുതും അതുപോലെ സ്ഥിരതയില്ലാത്തതുമായിരുന്നു. ഇൻകോൺസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ സ്ഥിരതയില്ലാത്തതായിരുന്നു. ആൻഡ് ഐ വാസ് റിലാക്സിങ് ഓൺ മൈ ബോർഡ്. അതുപോലെ ഞാൻ എൻ്റെ ബോർഡിൽ വളരെ റിലാക്സ് ആയിട്ടിരിക്കുകയായിരുന്നു. വിത്ത് മൈ റൈറ്റ് ഹാൻഡ് ഓൺ ദ നോസ് ഓഫ് ദ ബോർഡ്. റൈറ്റ് ഹാൻഡ് ബോർഡിൻ്റെ മുൻഭാഗത്ത് വെച്ചു. എന്നിട്ടോ ആൻഡ് മൈ ലെഫ്റ്റ് ആം ഡാംഗ്ലിങ് ഇൻ ദ കൂൾ വാട്ടർ. എൻ്റെ ഇടത് കൈ കൂൾ വാട്ടറിൽ തൂക്കിയിട്ടുകൊണ്ടും. ഐ റിമെമ്പർ തിങ്കിങ് ഐ ഹോപ്പ് ദ സർഫ് പിക്സ് അപ്പ് സൂൺ. അവൾ ചിന്തിക്കാൻ തുടങ്ങി. എന്താ ചിന്തിക്കാൻ തുടങ്ങിയത്? സർഫിങ്ങിന് ആവശ്യമായിട്ടുള്ള വേവ്സ് പെട്ടെന്ന് വരുമെന്ന് അവൾ പ്രതീക്ഷിച്ചു. വെൻ സഡൻലി ദർ വാസ് എ ഫ്ലാഷ് ഓഫ് ഗ്രേ. പെട്ടെന്ന് അവിടെ ഒരു ഗ്രേ കളറിലുള്ള ഒരു ഫ്ലാഷ് ഉണ്ടായി. ദാറ്റ്സ് ഓൾ ഇറ്റ് ടൂക്ക് എ സ്പ്ലിറ്റ് സെക്കൻഡ്. അതെല്ലാം നടന്നത് ഒരു നിമിഷം കൊണ്ടായിരുന്നു. ഐ ഫെൽറ്റ് എ ലോട്ട് ഓഫ് പ്രഷർ ആൻഡ് എ കപ്പിൾ ഓഫ് ലൈറ്റ്നിങ് ഫാസ്റ്റ് ടഗ്സ്. എനിക്ക് വളരെയധികം സമ്മർദ്ദം തോന്നി. ആൻഡ് എ കപ്പിൾ ഓഫ് ലൈറ്റ്നിങ് ഫാസ്റ്റ് ടങ്സ്. ഒരു ലൈറ്റ്നിങ് ഫാസ്റ്റിലുള്ള ഒരു പിടിവലി എനിക്ക് അനുഭവപ്പെട്ടു. കപ്പിൾ എന്ന് പറഞ്ഞാൽ 2 പ്രാവശ്യം എന്നാണ് അർത്ഥം. അപ്പോൾ എ കപ്പിൾ ഓഫ് ലൈറ്റ്നിങ് ഫാസ്റ്റ് ടഗ്സ് എന്ന് പറഞ്ഞാൽ 2 പ്രാവശ്യം ലൈറ്റ്നിങ് ഫാസ്റ്റിലുള്ള ഒരു പിടിവലി എനിക്ക് അനുഭവപ്പെട്ടു. ടഗ്സ് എന്ന് പറഞ്ഞാൽ പിടിവലി എന്നാണ് അർത്ഥം. ഐ കുഡൻറ്റ് മേക്ക് ഔട്ട് എനി ഓഫ് ദ ഡീറ്റെയിൽസ്. എനിക്ക് അതിനെക്കുറിച്ചിട്ടുള്ള യാതൊരു ഡീറ്റെയിൽസും മനസ്സിലാക്കാൻ സാധിച്ചില്ല. മേക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ അണ്ടർസ്റ്റാൻഡ് എന്നാണ് അർത്ഥം. ബട്ട് ഐ ന്യൂ ദാറ്റ്. പക്ഷേ എനിക്കറിയാമായിരുന്നു. ദ ഹ്യൂജ് ജോസ് ഓഫ് എ മാസീവ് ടൈഗർ ഷാർക്ക് കവേർഡ് ദ ടോപ്പ് ഓഫ് മൈ ബോർഡ് ആൻഡ് മൈ ലെഫ്റ്റ് ആം. എന്താണ് പറഞ്ഞിട്ടുള്ളത്? ദ ഹ്യൂജ് ജോസ്, വലിയ ജോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? താടിയല്ലേ എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ ആ ഒരു താടി ഓഫ് എ മാസീവ് ടൈഗർ ഷാർക്ക്, ഒരു വലിയ ടൈഗർ ഷാക്കിൻ്റെ ആ ഒരു ജോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു വായ. കവേർഡ് ദ ടോപ്പ് ഓഫ് മൈ ബോർഡ്, എൻ്റെ ബോർഡിൻ്റെ ടോപ്പും അതുപോലെ ആൻഡ് മൈ ലെഫ്റ്റ് ആം, അവളുടെ ലെഫ്റ്റ് ആമും കവേർഡ് ചെയ്തിരുന്നു. അതായത് കടിച്ച്, അതായത് അതിൻ്റെ വായയിലേക്ക് അത് ആക്കിയിരുന്നു. ഇറ്റ് ഈസ് ഫണ്ണി. ഇത് വളരെയധികം ഫണ്ണി ആയിട്ടുള്ളൊരു കാര്യമാണ്. യു വുഡ് തിങ്ക് ഹാവിങ് യുവർ ആം ബിറ്റൺ ഓഫ് വുഡ് റിയലി ഹേർട്ട്. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും ആ ഒരു എൻ്റെ കൈ കടിച്ചു മുറിച്ച് മാറ്റിയത് ശരിക്കും എന്നെ ഹേർട്ട് ആക്കിയിട്ടുണ്ടാകുമെന്ന്. ബിറ്റൺ ഓഫ് എന്ന് പറഞ്ഞാൽ കടിച്ചു മുറിച്ച് മാറ്റുക എന്നാണ് അർത്ഥം. ബട്ട് ദർ വാസ് നോ പെയിൻ അറ്റ് ദ ടൈം. പക്ഷേ ആ ഒരു സമയത്ത് അവിടെ യാതൊരു വേദനയും ഉണ്ടായിരുന്നില്ല. പെയിൻ എന്ന് പറഞ്ഞാൽ വേദന. ഐ ഫെൽറ്റ് പ്രഷർ. എനിക്ക് വളരെയധികം സമ്മർദ്ദം അനുഭവപ്പെട്ടു. ആൻഡ് എ കൈൻഡ് ഓഫ് എ ജിങ്കിൾ ജിങ്കിൾ ടങ്. ജിങ്കിൾ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള എന്നാണ് അർത്ഥം. അപ്പോൾ എന്താണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്? ഐ ഫെൽറ്റ് പ്രഷർ. എനിക്ക് വളരെയധികം സമ്മർദ്ദം തോന്നി. ആൻഡ് എ കൈൻഡ് ഓഫ് എ ജിങ്കിൾ ടങ്. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു പിടിവലി എനിക്ക് അനുഭവപ്പെട്ടു. വിച്ച് ഐ നോ നൗ വാസ് ദ ടീത്ത്.
ഇപ്പോൾ എനിക്കറിയാം അത് അതിൻ്റെ പല്ലായിരുന്നു എന്ന്. ദേ ഹാവ് സെറേറ്റഡ് എഡ്ജസ്. അവർക്ക് മൂർച്ചയുള്ള എഡ്ജസ് ഉണ്ടായിരുന്നു. സെറേറ്റഡ് എന്ന് പറഞ്ഞാൽ മൂർച്ചയുള്ള. ലൈക്ക് എ സ്റ്റീക്ക് നൈഫ്. സ്റ്റീക്ക് നൈഫ് എന്ന് പറഞ്ഞാൽ ഇറച്ചി വെട്ടുന്ന കത്തിയാണ് നമ്മൾ സ്റ്റീക്ക് നൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റീക്ക് നൈഫിനെ പോലെയുള്ള മൂർച്ചയുള്ള എഡ്ജസ് അതിൻ്റെ പല്ലിനുണ്ടായിരുന്നു. ആൻഡ് ദേ സേവ്ഡ് എന്ന് പറഞ്ഞാൽ ഈർന്നു മുറിച്ചു. ത്രൂ ദ ബോർഡ്, ആ ഒരു ബോർഡിനെയും, ആൻഡ് മൈ ബോൺസ്, എൻ്റെ എല്ലുകളെയും, ആസ് ഇഫ് ദേ വർ ടിഷ്യൂ പേപ്പർ, അവയെല്ലാം ഒരു ടിഷ്യൂ പേപ്പർ എന്നുള്ള രീതിയിലാണ് അത് കടിച്ചു മുറിച്ച് മാറ്റിയത്. എൻ്റെ ബോഡിനെയും അതുപോലെ എൻ്റെ കൈയിനെയും. ഇറ്റ് വാസ് ഓവർ ഇൻ എ ഫ്യൂ സെക്കൻഡ്സ്. ഇതെല്ലാം നടന്നിട്ടുള്ളത് വെറും അതായത് കുറച്ച് സെക്കൻഡ്സ് കൊണ്ട് മാത്രമാണ്. ഐ റിമെമ്പർ സീയിങ് ദ വാട്ടർ അറൗണ്ട് മീ ടേൺ ബ്രൈറ്റ് റെഡ് വിത്ത് മൈ ബ്ലഡ്. ഐ റിമെമ്പർ, ഞാൻ ഓർക്കുന്നു. സീയിങ് ദ വാട്ടർ അറൗണ്ട് മീ, ഞാൻ കണ്ടത് വാട്ടർ അറൗണ്ട് മീ, എനിക്ക് ചുറ്റുമുള്ള വെള്ളം ടേൺ ബ്രൈറ്റ് റെഡ്, അത് വളരെയധികം ബ്രൈറ്റ് ആയിട്ടുള്ള റെഡ് കളറിലേക്ക് മാറിയിരുന്നു. വിത്ത് മൈ ബ്ലഡ്, എൻ്റെ ബ്ലഡ് കൊണ്ട്. ദെൻ ഐ സോ, പിന്നെ ഞാൻ കണ്ടു. ദാറ്റ് മൈ ആം, എൻ്റെ കൈ ഹാഡ് ബീൻ ബിറ്റൻ ഓഫ്, എൻ്റെ കൈ മുറിച്ചു മാറ്റപ്പെട്ടിട്ടുണ്ട്. ഓൾമോസ്റ്റ് ദ ഷോൾഡർ, ഏകദേശം എൻ്റെ ഷോൾഡർ മുതൽ അത് മുറിച്ചു മാറ്റപ്പെട്ടിട്ടുണ്ട്. ദർ വാസ് ജസ്റ്റ് 3 or 4 inch സ്റ്റെമ്പ്. അവിടെ ഉണ്ടായിരുന്നത് എന്തായിരുന്നു? ഒരു 3-4 ഇഞ്ച് വലുപ്പമുള്ള ഒരു സ്റ്റെമ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കുറ്റി മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. വെർ മൈ ലിംബ് ഹാഡ് വൺസ് ബീൻ, എൻ്റെ ലിംബ്, അതായത് എൻ്റെ കൈ എവിടെയായിരുന്നു ഉണ്ടായിരുന്നത്? അവിടുന്ന് 3-4 ഇഞ്ച് വലുപ്പമുള്ള ഒരു കുറ്റി മാത്രമാണ് ഇപ്പോൾ അവിടെ ഉണ്ടായിരുന്നത്. ബൈറൻ ആൻഡ് ഹോൾട്ട്, അലാനാസ് ബ്രദർ ആൻഡ് ഫാദർ. അലാനയുടെ ബ്രദറായിട്ടുള്ള ബൈറനും ഫാദറായിട്ടുള്ള ഹോൾട്ടും ഗോഡ് ടു മീ, എൻ്റെ അടുത്തേക്ക് വന്നു. ഇൻ ഫ്ലാഷ്, ഒരു ഫ്ലാഷ് എന്ന പോലെ, അതായത് പെട്ടെന്ന് തന്നെ അവളുടെ അടുത്തേക്ക് വന്നു. ഹോൾഡ്സ് ഫേസ് വാസ് വൈറ്റ്, ഹോൾഡിൻ്റെ മുഖം വിളറി വെളുത്തിരുന്നു. ആൻഡ് ഹിസ് ഐസ് വേർ വൈഡ്, അതുപോലെ അവൻ്റെ കണ്ണുകളെല്ലാം വിടർന്നിരുന്നു. ഓ മൈ ഗോഡ്, എൻ്റെ ദൈവമേ, ഹി സെഡ്, അവൻ പറഞ്ഞു. ബട്ട് ഹി ഡിഡിൻറ്റ് ഫ്രീക്ക് ഔട്ട്, പക്ഷെ അവന് പരിഭ്രാന്തനായില്ല, അതായത് അവൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടില്ല. ഫ്രീക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ നിയന്ത്രണം. ഇൻസ്റ്റീഡ്, പകരം, ഹി ടൂക്ക് കൺട്രോൾ ഓഫ് ദി സിറ്റുവേഷൻ, അവൻ ആ ഒരു സന്ദർഭത്തെ നിയന്ത്രിച്ചു. സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ സന്ദർഭം. ഹി പുഷ്ഡ് മീ ബൈ ദ ടെയിൽ ഓഫ് മൈ ബോർഡ്, എൻ്റെ ബോർഡിൻ്റെ വാലിൽ അവന് തള്ളി. ആൻഡ് ഐ കൗട്ട് എ സ്മോൾ വേവ്, എന്നിട്ട് അത് ഒരു സ്മോൾ വേവിലൂടെ കടന്നു. ദാറ്റ് വാഷ്ഡ് മീ ഓവർ ദ റീഫ്, അത് ഒരു പാറക്കൂട്ടത്തിലൂടെ ഒഴുകി. ആസ് ഐ ലേ ഓൺ മൈ ബോർഡ്, ഞാൻ ആ ഒരു ബോർഡിൽ കിടക്കുമ്പോൾ. വാട്ട് എവർ ഇമോഷൻസ്, എന്ത് ഇമോഷൻസ് ആവട്ടെ, ഹോൾഡ്, ബ്രയോൺ ആൻഡ് അലാന വർ ഫീലിംഗ്, ഹോൾഡിനും ബൈറനും അലാനക്കും തോന്നുന്നത്. ദേ കെപ്റ്റ് ഇൻസൈഡ്, അതെല്ലാം അവരുടെ ഉള്ളിൽ തന്നെ വെച്ചു. നോബഡി പാനിക്ഡ്, ആരും പരിഭ്രാന്തരായില്ല. ഓർ ലോസ്റ്റ് ദെയർ ഹെഡ്, അല്ലെങ്കിൽ അവരുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടില്ല. മൈ ആം വാസ് ബ്ലീഡിങ് ബാഡ്ലി, എൻ്റെ കൈ വളരെയധികം മോശമായി രക്തമൊലിക്കുന്നുണ്ടായിരുന്നു. ബ്ലീഡിങ് എന്ന് പറഞ്ഞാൽ രക്തമൊലിക്കുക. ബട്ട് നോട്ട് സ്പീവിങ് ബ്ലഡ്, പക്ഷേ എൻ്റെ രക്തം ചീറ്റിത്തെറിക്കുന്നുണ്ടായിരുന്നില്ല. ലൈക്ക് ഇറ്റ് ഷുഡ് വിത്ത് എ മേജർ ആർട്ടറി ഓപ്പൺ, ഒരു മേജർ, അതായത് ഒരു പ്രധാനപ്പെട്ട ആർട്ടറി തുറന്നതുപോലെ. ആർട്ടറി എന്ന് പറഞ്ഞാൽ മേജർ ബ്ലഡ് വെസലാണ്, ഒരു പ്രധാനപ്പെട്ട രക്തക്കുഴലാണ്. ഹോൾഡ് ടൂക്ക് ഓഫ് ഹിസ് ലോങ് ഗ്രേ സ്ലീവ് റാഷ് ഗാർഡ് ആൻഡ് ടൈഡ് ഇറ്റ് അറൗണ്ട് ദ സ്റ്റംപ് ഓഫ് മൈ ആം റിയലി ടൈറ്റ് ടു ആക്ട് ആസ് എ ടൂർണിക്വൻറ്റ്. റാഷ് ഗാർഡ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൊട്ടക്റ്റീവ് ക്ലോത്തിങ് ആണ്. ഈ സർഫിങ്ങിനൊക്കെ പോകുന്ന ആൾക്കാർ ധരിക്കുന്ന ഒരു പ്രൊട്ടക്റ്റീവ് ക്ലോത്തിങ് ആണ് റാഷ് ഗാർഡ് എന്ന് പറയുന്നത്. ടൂർണിക്വൻറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു ഡിവൈസാണ്. നമ്മുടെ ഈ രക്തം ബ്ലീഡ് ചെയ്യുന്നത് നിർത്താനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ്. അതിനെയാണ് നമ്മൾ ടൂർണിക്വൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊന്നുകൂടെ അർത്ഥം പറയാം. ഹോൾഡ് ടൂക്ക് ഓഫ് ഹിസ് ലോങ് ഗ്രേ സ്ലീവ് റാഷ് ഗാർഡ്. ഹോൾഡ് അവൻ്റെ റാഷ് ഗാർഡിൽ നിന്നും ഒരു ഗ്രേ കളറിലുള്ള ഒരു സ്ലീവ് എടുത്തു. എന്നിട്ടോ ഇറ്റ് അറൗണ്ട് ദ സ്റ്റംപ് ഓഫ് മൈ ആം, എൻ്റെ ആ ഒരു കുറ്റിക്ക് ചുറ്റുമായിട്ട് കെട്ടി. റിയലി ടൈറ്റ് ആക്ട് ആസ് എ ടൂർണിക്വൻറ്റ്, ഒരു ടൂർണിക്വൻറ്റ് പോലെ ആക്ട് ചെയ്യുന്നത് പോലെയായിരുന്നു അത്. ഒരു ടൂർണിക്വൻറ്റ് എന്നുള്ള ആ ഒരു ഡിവൈസ് പോലെ ആക്ട് ചെയ്യുന്നത് പോലെ വളരെ ടൈറ്റായിട്ട് അവന് എൻ്റെ ആ ഒരു കുറ്റിയിൽ അത് കെട്ടി. ഹോൾഡ് ടോൾഡ് മീ, ഹോൾഡ് എന്നോട് പറഞ്ഞു. ടു കീപ് ടോക്കിംഗ്, സംസാരിച്ചു കൊണ്ടേയിരിക്കാൻ വേണ്ടിയിട്ട്. ടു ഹിം, അവനോട്. ടു മേക്ക് ഷുവർ, എന്തിനു വേണ്ടിയിട്ടാണ്? ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ്. ദാറ്റ് ഐ ഡിഡിൻറ്റ് പാസ് ഔട്ട്, ഞാൻ
ബോധം കെടാതിരിക്കാൻ വേണ്ടിയിട്ട്, പാസ് ഔട്ട് എന്ന് പറഞ്ഞാൽ ബോധം കെടാതിരിക്കാൻ, ഇൻ ദ മിഡിൽ ഓഫ് ദ ഓഷ്യൻ, ആ ഒരു സമുദ്രത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ട്. സോ ഐ വാസ് ടോക്കിംഗ്, അതുകൊണ്ട് തന്നെ ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഓൾസോ ഐ ഡോണ്ട് നോ അബൌട്ട് വാട്ട്, എന്നിരുന്നാലും എനിക്കറിയില്ല ഞാൻ എന്തിനെക്കുറിച്ചാണ് സംസാരിച്ചിരുന്നത് എന്ന്. ജസ്റ്റ് ആൻസറിങ് ഹിസ് ക്വസ്റ്റ്യൻസ്, ജസ്റ്റ് അവൻ്റെ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നൽകുകയായിരുന്നു. ആൻഡ് പ്രേയിങ് ഔട്ട് ലൗഡ്, ഉറക്കെ പ്രാർത്ഥിക്കുകയുമായിരുന്നു. ഇൻ ദ സർജറി റൂം, സർജറി റൂമിൽ ദേ ഹുക്ക്ഡ് മീ, അവരെന്നെ കണക്ട് ചെയ്തു. അപ് ടു ലോട്ട് ഓഫ് മെഷീൻ, വ്യത്യസ്ത തരത്തിലുള്ള മെഷീനിലേക്ക്. ഇറ്റ് വാസ് ഡോക്ടർ റോവിൻസ്കി, ഇത് ഡോക്ടർ റോവിൻസ്കി ആയിരുന്നു. ഹു വുഡ് ബി ഡൂയിങ് ദ ഫസ്റ്റ് സർജറി, അദ്ദേഹമായിരുന്നു എൻ്റെ ആദ്യത്തെ സർജറി ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഹീ എക്സ്പ്ലെയിൻഡ് ടു ബോത്ത് മീ ആൻഡ് മോം ഹൗ ഹീ വുഡ് ഡു ഇറ്റ്, എങ്ങനെയാണ് അദ്ദേഹം അത് ചെയ്യുന്നത് എന്ന് എന്നോടും എൻ്റെ ഉമ്മയോടും അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തു. എക്സ്പ്ലെയിൻ എന്ന് പറഞ്ഞാൽ വിശദീകരിക്കുക. എന്നിട്ട് ഡോക്ടർ ബദനിയോട് പറയുകയാണ്, യു ഹാവ് ലോസ്റ്റ് യുവർ ആം ബദനി, ബദനി നിനക്ക് നിൻ്റെ കൈ ഇവിടെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഹീ സെഡ് ജെൻറ്റ്ലി, അദ്ദേഹം വളരെ മയമായി പറഞ്ഞു. നൗ ദ ഫോക്കസ് ഈസ് ഓൺ സേവിങ് യുവർ ലൈഫ്, ഇപ്പോൾ ഞങ്ങളുടെ ശ്രദ്ധ എന്ന് പറയുന്നത് നിൻ്റെ ജീവൻ രക്ഷിക്കുന്നതിലാണ്. മൈ മോം സ്റ്റേയ്ഡ് ബൈ മൈ സൈഡ് ദ ഹോൾ ടൈം, മൈ മോം എൻ്റെ ഉമ്മ സ്റ്റേയ്ഡ് നിന്നു, ബൈ മൈ സൈഡ് എൻ്റെ അരികിൽ, ദ ഹോൾ ടൈം ആ ഒരു മുഴുവൻ സമയവും. മൈ ഡാഡ് വെൻറ്റ് ഔട്ട്, എൻ്റെ ഉപ്പ പുറത്തേക്ക് പോയി. വെൻറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് പോയി. ടു ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് വിത്ത് വിസിറ്റേഴ്സ്, സന്ദർശകരെ. ആൻഡ് ദ എവർ ഗ്രോവിങ് നമ്പർ ഓഫ് റിപ്പോർട്ടേഴ്സ്, നമ്പർ വർദ്ധിച്ചു കൊണ്ടേയിരിക്കുന്ന റിപ്പോർട്ടേഴ്സിനെയും. ഹു ഹേർഡ് വാട്ട് ഹാഡ് ഹാപ്പൻഡ് ടു മീ, അവരെല്ലാം കേട്ടു എനിക്ക് എന്താണ് സംഭവിച്ചത് എന്ന്. ആൻഡ് വർ ഈഗർ, അതുപോലെ അവർക്ക് വളരെ അതിയായ ആഗ്രഹമാണ്. ഈഗർ എന്ന് പറഞ്ഞാൽ അതിയായ ആഗ്രഹം. ടു ബ്രേക്ക് മൈ സ്റ്റോറി, എൻ്റെ കഥ കേൾക്കാൻ വേണ്ടിയിട്ട്. ഇൻ ദ ഹോസ്പിറ്റൽ, ആ ഒരു ഹോസ്പിറ്റലിൽ. ഐ വുഡ് ലുക്ക് ഓവർ, ഞാൻ പരിശോധിച്ചു. അറ്റ് ദ ബാൻഡേജ്ഡ് സ്റ്റമ്പ്, ആ ഒരു കുറ്റിയുള്ള ബാൻഡേജ് ആയിട്ടുള്ള ആ ഒരു സ്ഥലം. വേർ മൈ ആം യൂസ്ഡ് ടു ബി, എവിടെയാണോ എൻ്റെ കൈ ഉണ്ടായിരുന്നത്. ആൻഡ് തിങ്ക്, എന്നിട്ട് ഞാൻ ചിന്തിച്ചു. നൗ വാട്ട്, ഇനി എന്ത്. ഫോർ എ വൈൽ, കുറച്ച് നേരത്തേക്ക്. ഐ ഡൗട്ടഡ്, ഞാൻ സംശയിച്ചു. വെദർ ഐ വുഡ് എവർ സർഫ് അഗെയിൻ, ഇനി എനിക്ക് എന്തെങ്കിലും വീണ്ടും സർഫ് ചെയ്യാൻ സാധിക്കുമോ. എവ്രിബഡി നോസ്, എല്ലാവർക്കും അറിയാം. ദാറ്റ്, എന്തെന്നാൽ. ഇറ്റ് ടേക്സ് 2 arms ടു സർഫ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 കൈ ആവശ്യമുണ്ടെന്ന്. ഐ ട്രൈഡ് ടു ടെൽ മൈസെൽഫ്, ഞാൻ എന്നോട് തന്നെ പറയാൻ വേണ്ടി ശ്രമിച്ചു. ട്രൈഡ് എന്ന് പറഞ്ഞാൽ ശ്രമിച്ചു. ഹേ ഐ എം ഓക്കെ വിത്ത് ദിസ്, ഹേ നോക്ക് ഞാൻ ഇതുകൊണ്ട് ഓക്കെയാണ്. ഐ മീൻ, ഞാൻ എന്താണ് അർത്ഥമാക്കിയതെന്ന് വെച്ചാൽ, സർഫിങ് ഇസൻറ്റ് എവറിഥിങ്, സർഫിങ് എന്ന് പറയുന്നത് എല്ലാം അല്ലല്ലോ. റൈറ്റ്, ശരിയല്ലേ. യു വിൽ ഫൈൻഡ്, നിനക്ക് കണ്ടെത്താൻ സാധിക്കും. സംതിങ് എൽസ്, മറ്റെന്തെങ്കിലും. ടു ഡു, ടു ഹാവ് ഫൺ, ഫണ്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഐ വാണ്ട് ടു ബി ദ ബെസ്റ്റ് സർഫ് ഫോട്ടോഗ്രാഫർ ഇൻ ദ വേൾഡ്, എനിക്ക് ലോകത്തിലെ ഏറ്റവും നല്ല സർഫ് ഫോട്ടോഗ്രാഫർ ആവണം. ഐ ടോൾഡ് മൈ ഡാഡ്, ഞാൻ എൻ്റെ ഉപ്പയോട് പറഞ്ഞു. ദാറ്റ് വാസ് മൈ വേ ഓഫ് സേയിങ്, ഞാൻ എങ്ങനെയാണ് പറഞ്ഞതെന്ന് വെച്ചാൽ. ലിസൺ, കേൾക്കൂ. ഐ നോ മൈ സർഫിംഗ് ഡേയ്സ് ആർ ഓവർ, എനിക്കറിയാം എൻ്റെ സർഫിംഗ് ദിവസങ്ങളെല്ലാം കഴിഞ്ഞിരിക്കുന്നു എന്ന്. അപ്പോൾ ഹി ജസ്റ്റ് നോഡഡ്, അദ്ദേഹം ജസ്റ്റ് ഒന്ന് അദ്ദേഹത്തിൻ്റെ തലകുലുക്കി. നോഡഡ് എന്ന് പറഞ്ഞാൽ തലകുലുക്കി. ഐ ആം ഷുവർ, എനിക്കുറപ്പാണ്. യു വിൽ ബി, നിനക്കതിന് സാധിക്കും. ആൻഡ് ട്രൈഡ് ടു സ്മൈൽ, എന്നിട്ട് അദ്ദേഹം ഒന്ന് ചിരിക്കാൻ വേണ്ടി ശ്രമിച്ചു. അപ്പോൾ നമ്മുടെ ബദനി ഹാമിൽട്ടൺ പറയുകയാണ്, ഇനി എനിക്ക് എന്തായാലും സർഫിങ് ചെയ്യാൻ സാധിക്കില്ല, അതുകൊണ്ട് ഞാൻ എന്താകും, ഒരു ബെസ്റ്റ് സർഫ് ഫോട്ടോഗ്രാഫർ ആകും. അപ്പോൾ ഉപ്പ പറയുകയാണ്, നിനക്ക് എന്തായാലും സർഫ് ചെയ്യാൻ സാധിക്കുമെന്ന്. എന്നിട്ട് അദ്ദേഹം ഒരു ചിരി നൽകുകയാണ്. ഹി ന്യൂ, അദ്ദേഹത്തിന് അറിയാമായിരുന്നു. വാട്ട് ഇറ്റ് മീൻഡ് ആസ് വെൽ, എന്താണ് അദ്ദേഹം അതിലൂടെ ഉദ്ദേശിച്ചത് എന്ന്. കാരണം എന്താണ്, അവൾക്കിനി ഒരിക്കലും സർഫ് ചെയ്യാൻ സാധിക്കില്ല. ബട്ട് ബൈ സാറ്റർഡേ, പക്ഷേ ഒരു ശനിയാഴ്ച. ഐ ചേഞ്ച്ഡ് മൈ മൈൻഡ്, ഞാൻ എൻ്റെ മൈൻഡ് മാറ്റി. ആൻഡ് സ്റ്റാർട്ടഡ്, എന്നിട്ട് ആരംഭിച്ചു. തിങ്കിങ് അബൌട്ട് ഗോയിങ് സർഫിങ് അഗെയിൻ, വീണ്ടും സർഫിങ്ങിന് പോകാൻ വേണ്ടിയിട്ടുള്ള ചിന്ത. അപ്പോൾ അവൾ സർഫിങ്ങിന് പോകാനുള്ള ചിന്ത ആരംഭിച്ചു. ഐ വാസ് ഫീലിംഗ് ബെറ്റർ, എനിക്ക് വളരെ നന്നായി തോന്നിയിരുന്നുണ്ടായിരുന്നു. അതായത് അവൾക്കിപ്പോൾ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. മൈ മൈൻഡ് വാസ് ലെസ് ഫോഗി, എൻ്റെ മൈൻഡെല്ലാം ഇപ്പോൾ അത്ര
ഫോഗി ഒന്നുമല്ല. ഫോഗി എന്ന് പറഞ്ഞാൽ കൺഫ്യൂസ്ഡ്. അപ്പോൾ ഇപ്പോൾ അവളുടെ മൈൻഡ് അത്ര കൺഫ്യൂസ് ഒന്നുമല്ല. ആൻഡ് ദർ വർ സോ മെനി പീപ്പിൾ, അവിടെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. കമ്മിങ് ടു സീ മീ, അവളെ കാണാൻ വേണ്ടിയിട്ട് വന്നിരുന്നതായിട്ട്. ആൻഡ് ഗിവ് മീ പെപ് ടോക്സ്, എന്നിട്ട് എനിക്ക് ധാരാളം പെപ് ടോക്സ് നൽകി. പെപ് ടോക്സ് എന്ന് പറഞ്ഞാൽ സമാധാന വാക്കുകൾ എന്നാണ് അർത്ഥം. ഐ പുട്ട് ഓൺ എ ബ്രേവ് ഫേസ് ഫോർ എവ്രി വൺ, ഞാൻ എല്ലാവരുടെ മുന്നിലും ഒരു ധീരമായ മുഖം കാഴ്ചവെച്ചു. പുട്ട് ഓൺ എന്ന് പറഞ്ഞാൽ കാണിച്ചു എന്നാണ് അർത്ഥം. ബ്രേവ് എന്ന് പറഞ്ഞാൽ ധീരമായ. ബട്ട് ഐ കാണ്ട് പ്രിറ്റൻഡ്, പക്ഷെ എനിക്ക് അഭിനയിക്കാൻ സാധിച്ചില്ല. ഇറ്റ് ഡിഡൻറ്റ് ഗെറ്റ്, അത് കിട്ടാത്തപ്പോൾ, ടു മീ എനിക്ക്, അറ്റ് ടൈംസ് ചില സമയങ്ങളിൽ. അപ്പോൾ ചില സമയങ്ങളിൽ അവൾക്ക് ആ ഒരു ധീരമായ മുഖം കിട്ടില്ല. അതുകൊണ്ട് തന്നെ അപ്പോൾ അവൾക്ക് അങ്ങനെ അഭിനയിക്കാൻ സാധിച്ചില്ല. ഇഫ് ഐ എവർ ഡിഡ് സ്റ്റാർട്ട് ടു ഗെറ്റ് ബ്ലൂ എന്ന് പറഞ്ഞാൽ നിരാശയാകുക. ഇഫ് ഐ എവർ ഡിഡ് സ്റ്റാർട്ട് ടു ഗെറ്റ് ബ്ലൂ, എപ്പോഴാണോ ഞാൻ നിരാശയിലേക്ക് പോകുന്നത്. ഐ ഹാഡ് മൈ ബ്രദേഴ്സ്, എനിക്കപ്പോൾ അവിടെ എൻ്റെ സഹോദരന്മാരുണ്ടായിരുന്നു. ടു പുൾ മീ ബാക്ക്, എന്നെ വീണ്ടും പഴയ നല്ല ചിന്തകളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ദേ വർ ലെയ്ഡ് ബാക്ക് ആസ് ഓൾവേസ്, അവരെപ്പോഴും എന്നെ റിലാക്സ് ചെയ്യിപ്പിച്ചു. ലെയ്ഡ് ബാക്ക് എന്ന് പറഞ്ഞാൽ റിലാക്സ്ഡ്. ദേ നെവർ ലെറ്റ് മീ, അവരെന്നെ ഒരിക്കലും അനുവദിച്ചിരുന്നില്ല. നോ ദെയർ ഹൊറർ, അവരുടെ പേടിയെ അറിയിക്കാനോ. ഓർ സീ ദെയർ പെയിൻ ഓർ ഫിയർ, അവരുടെ ഭയമോ അല്ലെങ്കിൽ വേദനയോ കാണിക്കാനോ. ഫിയർ എന്ന് പറഞ്ഞാൽ പേടി, പെയിൻ എന്ന് പറഞ്ഞാൽ വേദന. ടിമോത്തി വാസ് ഓൾവേസ് ജോക്കിംഗ്, ടിമോത്തി എപ്പോഴും ജോക്കിംഗ് ആയിരുന്നു. ആൻഡ് നോവ വാസ് മൈ ബിഗ്ഗസ്റ്റ് പ്രൊട്ടക്റ്റർ, അതുപോലെ നോവ എൻ്റെ ഏറ്റവും വലിയൊരു സംരക്ഷകനായിരുന്നു. പ്രൊട്ടക്റ്റർ എന്ന് പറഞ്ഞാൽ സംരക്ഷകൻ. ദേ വർ സോ സ്ട്രോങ്, അവരെല്ലാവരും വളരെയധികം സ്ട്രോങ് ആയിരുന്നു. ആൻഡ് ദാറ്റ് ഹെൽപ്ഡ് മീ, അതെന്നെ സഹായിച്ചു. ബി സ്ട്രോങ് ടു, എന്നെയും സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട്. ബിഫോർ ഐ ഗോട്ട് ഔട്ട് ഓഫ് ദ ഹോസ്പിറ്റൽ, ഞാൻ ഹോസ്പിറ്റലിൽ നിന്നും പുറത്തു പോകുന്നതിന് മുമ്പ്. ഗോട്ട് ഔട്ട് എന്ന് പറഞ്ഞാൽ പുറത്തു പോകുക. ഇൻഫാക്റ്റ് ശരിക്കും പറഞ്ഞാൽ ബൈ ദ സെക്കൻഡ് ഡേ ഓഫ് മൈ 1 വീക്ക് സ്റ്റേ, എൻ്റെ അതായത് ഹോസ്പിറ്റലിൽ നിന്നും പുറത്തു പോകുന്നതിൻ്റെ ആദ്യത്തെ വീക്കിലെ 2ാമത്തെ ദിവസം ഐ വാസ് ടോക്കിംഗ്, ഞാൻ സംസാരിച്ചു. ഡിഫറെൻ്റ്ലി, വളരെ വ്യത്യസ്തമായിട്ട്. എബൌട്ട് ദ പോസിബിലിറ്റി ഓഫ് സർഫിങ് അഗെയിൻ, വീണ്ടും സർഫിങ് ചെയ്യുന്നതിൻ്റെ സാധ്യതയെക്കുറിച്ച്. പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ സാധ്യത. മൈ ഹോൾ ഫാമിലി, എൻ്റെ മുഴുവൻ ഫാമിലിയും. സ്റ്റുഡ് ബിഹൈൻഡ് മീ, എൻ്റെ പുറകിൽ നിന്നു. സ്റ്റുഡ് എന്ന് പറഞ്ഞാൽ നിന്നു, ബിഹൈൻഡ് പുറകിൽ. ആൻഡ് ട്രൈഡ്, എന്നിട്ട് അവർ ശ്രമിച്ചു. ടു എൻകറേജ് മീ, എന്നെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട്. ആസ് മച്ച് ആസ് പോസിബിൾ, എത്രത്തോളം സാധ്യമാണോ അത്രത്തോളം. പോസിബിൾ എന്ന് പറഞ്ഞാൽ സാധ്യം. മൈ പേരൻസ് ഹാഡ് നോ ഡൗട്ട്, എൻ്റെ പേരൻസിന് യാതൊരു തര സംശയം ഉണ്ടായിരുന്നില്ല. ദാറ്റ് എന്തെന്ന് വെച്ചാൽ ഐ പ്രോബബ്ലി, ഞാനൊരു പക്ഷേ കുഡ് ഫിഗർ ഔട്ട്. ഫിഗർ ഔട്ട് എന്ന് പറഞ്ഞാൽ കണ്ടെത്തുക എന്നാണ് അർത്ഥം. ഐ പ്രോബബ്ലി കുഡ് ഫിഗർ ഔട്ട്, എനിക്ക് ഒരു പക്ഷേ കണ്ടെത്താൻ സാധിക്കും. എ വേ ടു ഗെറ്റ് അപ്പ്, ഒരു വഴി. എന്തിനു വേണ്ടിയിട്ട്? ടു ഗെറ്റ് അപ്പ്, ഉയർന്നു നിൽക്കാൻ വേണ്ടിയിട്ട്. ഓൺ എ ബോർഡ്, ആ ഒരു ബോർഡിൽ. അപ്പം ആ ഒരു സർഫിങ് എന്നുള്ള ബോർഡിൽ, സർഫിങ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ ഒരു ബോർഡിൽ എനിക്ക് വീണ്ടും ഉയർന്നു നിൽക്കാൻ കഴിയും എന്നുള്ളതിൽ പാരൻസിനൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ബട്ട് ഐ ന്യൂ, പക്ഷേ എനിക്കറിയാം. ദേ ഫെൽട്ട്, അവർക്ക് തോന്നിയിരുന്നു. മൈ കോമ്പറ്റേറ്റീവ് ഡേയ്സ് ആർ ഓവർ, എൻ്റെ കോമ്പറ്റേറ്റീവ് ഡേയ്സ് എല്ലാം ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ് എന്ന്. ബെതനി, ഐ ആം ഷുവർ, എനിക്ക് ഉറപ്പാണ്. യു ക്യാൻ ഡു, നിനക്ക് സാധിക്കും. വാട്ട് എവർ, എന്താണോ യു പുട്ട് യുവർ മൈൻഡ് ടു, നിൻ്റെ മനസ്സിൽ നീ വിചാരിച്ചത്. അപ്പോൾ ബദനിയോട് അവളുടെ ഉപ്പ പറയുകയാണ്, ബദനി നിനക്ക് സാധിക്കും, നീ എന്താണ് നിൻ്റെ മൈൻഡിൽ തീരുമാനിച്ചിട്ടുള്ളത് അത് നിനക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് പറയുകയാണ്. മൈ ഡാഡ് ടോൾഡ് മീ, എൻ്റെ ഉപ്പ എന്നോട് പറഞ്ഞു. മൈ പാരൻസ്, എൻ്റെ രക്ഷിതാക്കൾ. ടു, അവരും ഹാഡ് എ റഫ് ടൈം, അവർക്കും അതൊരു വലിയ കാഠിന്യമേറിയൊരു സമയമായിരുന്നു. മൈ പാരൻസ് ടു ഹാഡ് എ റഫ് ടൈം, എൻ്റെ പാരൻസിനും അത് വളരെയധികം ബുദ്ധിമുട്ടേറിയ ഒരു സമയമായിരുന്നു. നൈദർ ഓഫ് ദം, അവർക്ക് 2 പേർക്കും വാസ് ആബിൾ ടു വർക്ക് ഫോർ ഓൾമോസ്റ്റ് 3 months, 3 മാസത്തേക്ക് ജോലി ചെയ്യാൻ സാധിച്ചിരുന്നില്ല. വിച്ച് പുട്ട്, അത് ഉണ്ടാക്കി. എ ബിഗ് ഫൈനാൻഷ്യൽ ബേർഡൻ, ഒരു വലിയ സാമ്പത്തിക ഭാരം. ഫൈനാൻഷ്യൽ എന്ന് പറഞ്ഞാൽ സാമ്പത്തികം.
ബേർഡൻ എന്ന് പറഞ്ഞാൽ ഭാരം. ഓൺ അവർ ഫാമിലി, ഞങ്ങളുടെ കുടുംബത്തിൽ. മൈ ഫസ്റ്റ് ഇൻഡിക്കേഷൻ, എൻ്റെ ആദ്യത്തെ സൂചന. ദാറ്റ് എന്തെന്ന് വെച്ചാൽ മൈ ലൈഫ് വുഡ് നെവർ ബി ദ സെയിം അഗെയിൻ, എൻ്റെ ജീവിതം വുഡ് നെവർ ഒരിക്കലും ആവില്ല ബി ദ സെയിം അഗെയിൻ, വീണ്ടും പഴയതുപോലെ അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് അതുപോലെ. കെയിം ജസ്റ്റ് ആസ് വി വർ ലീവിങ് ദ ഹോസ്പിറ്റൽ, എന്നാണോ ഞങ്ങൾ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ നിന്നും ലീവ് ആവുന്നത്, അതായത് പുറത്ത് വരുന്നത് അന്ന് മുതൽ. ഇൻസ്റ്റീഡ്, പകരം, ഓഫ് ഗോയിങ് ഔട്ട് ദ മെയിൻ എൻട്രൻസിലൂടെ പുറത്തു പോകുന്നതിന് പകരം. ഗോയിങ് ഔട്ട് എന്ന് പറഞ്ഞാൽ പുറത്തു പോകുക. വി ഹാഡ് ടു ഗോ, ഞങ്ങൾക്ക് പോകേണ്ടി വന്നു. ത്രൂ എ മെയ്സ് ഓഫ് ഹോൾവേസ്, മെയ്സ് എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്ക് ഓഫ് പാസേജ്, വ്യത്യസ്ത പാതകളുടെ ഒരു നെറ്റ്വർക്ക്, അവിടെ വ്യത്യസ്ത പാതകൾ ഉണ്ടാകുക, ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള രീതിയിൽ ഉണ്ടാകുക, അതാണ് മെയ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയുള്ള ഹോൾവേ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തിലൂടെ അവർക്ക് പുറത്തേക്ക് പോവേണ്ടി വന്നു. ആൻഡ് സ്നീക്ക് ഔട്ട്, അവർക്ക് രഹസ്യമായി പുറത്തേക്ക് പോകേണ്ടി വന്നു. ത്രൂ ദ ബാക്ക് ഡോർ, ആ ഒരു ഹോസ്പിറ്റലിൻ്റെ ബാക്ക് ഡോറിലൂടെ. ദർ വെർ ഹോസ്പിറ്റൽ സെക്യൂരിറ്റി ഗാർഡ്സ്, അവിടെ ഹോസ്പിറ്റൽ സെക്യൂരിറ്റി ഗാർഡ്സ് ഉണ്ടായിരുന്നു. വിത്ത് അസ്, ഞങ്ങളോടൊപ്പം. ആൻഡ് വെൻ വി ഗോട്ട് ടു അവർ കാർ, ഞങ്ങൾ ഞങ്ങളുടെ കാറിലേക്ക് എത്തിയപ്പോൾ. ദർ വെർ 2 കവായ് പോലീസ്മാൻ, അവിടെ 2 കവായ് പോലീസ്മാൻ ഉണ്ടായിരുന്നു. ഹൂ ഫോളോഡ് അസ്, അവർ ഞങ്ങളെ പിന്തുടർന്നു. ഫോളോഡ് എന്ന് പറഞ്ഞാൽ പിന്തുടർന്നു. ടു എ ഹൗസ് ഇൻ അനഹോള, അനഹോളയിലെ ഹൗസ് വരെ, വീട് വരെ. വെർ ഐ കുഡ് കണ്ടിന്യൂ, അവിടെയാണ് ഇനി ഞാൻ തുടരാൻ പോകുന്നത്. ടു റീകവർ ഇൻ പ്രൈവസി, സ്വകാര്യതയോടെ റീകവർ ചെയ്യാൻ വേണ്ടിയിട്ട്, വീണ്ടും ശരിയാവാൻ വേണ്ടിയിട്ട്. പ്രൈവസി എന്ന് പറഞ്ഞാൽ സ്വകാര്യത എന്നാണ് അർത്ഥം. മൈ പാരൻസ്, എൻ്റെ മാതാപിതാക്കൾ. എക്സ്പ്ലെയിൻഡ്, വിശദീകരിച്ചു. ടു മീ, എന്നോട്. ദാറ്റ് എന്തെന്ന് വെച്ചാൽ ദർ വാസ് എ മോപ്പ് ഓഫ് TV പീപ്പിൾസ്, അവിടെ ഒരു കൂട്ടം TV പീപ്പിൾസ് ഉണ്ട്. ഈഗർലി വെയിറ്റിംഗ്, അവർ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ടു ഷോവ്, ഷോവ് എന്ന് പറഞ്ഞാൽ പുഷ് റഫ്ലി എന്നാണ് അർത്ഥം, വളരെ ടൈറ്റായിട്ട് എന്നൊക്കെ പറയാം. മൈക്രോഫോൺസ് ഇൻ മൈ ഫേസ്, അപ്പോൾ അവളുടെ മുഖത്തിലേക്ക് മൈക്രോഫോൺസ് കാണിക്കാൻ വേണ്ടിയിട്ട് അവർ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഹോണസ്റ്റ്ലി, ശരിക്കും പറഞ്ഞാൽ ഐ റിയലി ഡോണ്ട്, എനിക്ക് ശരിക്കും വേണ്ട. എൻജോയ് ബീയിങ് ഇൻ ദ സ്പോട്ട്ലൈറ്റ്, സ്പോട്ട്ലൈറ്റ് എന്ന് പറഞ്ഞാൽ പബ്ലിക് അറ്റൻഷൻ, അതായത് ജനകീയ ശ്രദ്ധ. അപ്പോൾ എനിക്ക് ശരിക്കും ആ ഒരു ജനകീയ ശ്രദ്ധയൊന്നും എൻജോയ് ചെയ്യാൻ താല്പര്യമില്ല. ബട്ട് ഐ എഗ്രീഡ്, പക്ഷെ ഞാൻ സമ്മതിക്കുന്നു. ടു ഡു ഇൻ്റർവ്യൂസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സമ്മതിക്കുന്നു. ഫോർ ദ ബെനിഫിറ്റ് ഓഫ് അതേഴ്സ്, മറ്റുള്ളവരുടെ നല്ലതിന് വേണ്ടിയിട്ട്. ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നല്ലതിന്. അപ്പോൾ അവൾക്കിങ്ങനെ ഈ TV റിപ്പോർട്ടേഴ്സിൻ്റെ മുമ്പിൽ ഇങ്ങനെ പബ്ലിക് അറ്റൻഷൻ, അതായത് ജനകീയ ശ്രദ്ധ ഒന്നും പിടിച്ചു പറ്റാനുള്ള ആഗ്രഹമില്ല. പക്ഷേ അവൾക്ക് ഇൻ്റർവ്യൂവിനൊക്കെ പോകുന്നതിന് കുഴപ്പമില്ല. അത് എന്തിനുള്ളത്, ഇൻ്റർവ്യൂ എന്നൊക്കെ പറയുന്നത് മറ്റുള്ളവരുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ്, മറ്റുള്ളവരുടെ ഗുണത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊക്കെ അവൾക്ക് സമ്മതമാണ്. സ്ട്രേഞ്ചേഴ്സ് സ്റ്റിൽ അപ്രോച്ച് മീ, അപരിചിതർ ഇപ്പോഴും എൻ്റെ അടുത്തേക്ക് സമീപിക്കുന്നു. അപ്രോച്ച് എന്ന് പറഞ്ഞാൽ സമീപിക്കുക. ഓൺ ദ ബീച്ച്, ബീച്ചിൽ. ഇൻ എയർപോർട്ട്സിൽ. ഇൻ ഷോപ്സ് ആൻഡ് റെസ്റ്റോറൻറ്റ്സിലും ഷോപ്പിലും. ദ ആസ്ക് ഫോർ ഓട്ടോഗ്രാഫ്സ്, അവരെന്നോട് ഓട്ടോഗ്രാഫ്സ് ചോദിക്കുന്നു. ആസ്ക് എന്ന് പറഞ്ഞാൽ ചോദിക്കുക, ഓട്ടോഗ്രാഫ്സ് എന്ന് പറഞ്ഞാൽ ഒപ്പ് എന്നാണ് അർത്ഥം. ദേ കം അപ്പ് ആൻഡ് ടെൽ മീ, അവരെൻ്റെ അടുത്തേക്ക് വരും, എന്നിട്ട് എന്നോട് പറയും ഐ ആം ആൻ ഇൻസ്പിരേഷൻ, ഞാനൊരു പ്രചോദനമാണെന്ന്. ഇൻസ്പിരേഷൻ എന്ന് പറഞ്ഞാൽ പ്രചോദനം. ഐ ആം ഇൻറ്ററപ്റ്റഡ്, എനിക്ക് തടസ്സമുണ്ടായി. അറ്റ് ഡിന്നറിൻ്റെ സമയത്ത് പോലും. ബൈ പീപ്പിൾ, ജനങ്ങളോട്. വാണ്ടിങ് ടു ബി ഇൻ എ ഫോട്ടോ വിത്ത് മീ, അവർക്ക് എൻ്റെ കൂടെ ഒരു ഫോട്ടോ വേണം. ഇറ്റ് ഈസ് ടോട്ടലി ബിസാർ, ഇത് മുഴുവനായിട്ടും അസാധാരണമാണ്. ബിസാർ എന്ന് പറഞ്ഞാൽ അസാധാരണമാണ്. ബീയിങ് എ ടോപ്പ് പ്രൊഫഷണൽ സർഫർ, ഒരു വലിയ ഉയർന്ന പ്രൊഫഷണൽ സർഫർ ആയിരുന്നെങ്കിൽ പോലും വുഡ് ഹാവ് ബ്രൗട്ട് മീ ഓൺലി എ സ്ലിവർ ഓഫ് ദിസ് റെക്കഗ്നീഷൻ എന്ന് പറഞ്ഞാൽ പരിഗണന. സ്ലിവർ എന്ന് പറഞ്ഞാൽ ചെറിയ ഭാഗം. അപ്പോൾ ഇപ്പോൾ എനിക്ക് കിട്ടുന്ന പരിഗണനയുടെ ഒരു ചെറിയ ഭാഗം മാത്രമേ ലഭിക്കുമായിരുന്നുള്ളൂ. ആൻഡ് പ്രൊബബ്ലി, അതുപോലെ ഒരു പക്ഷേ, ഓൺലി വിത്തിൻ ദ ടൈറ്റ് നീറ്റ് സർഫിംഗ് കമ്മ്യൂണിറ്റി. ടൈറ്റ് നീറ്റ് എന്ന് പറഞ്ഞാൽ ഒതുങ്ങി നിൽക്കുന്ന. അപ്പോൾ ആ ഒരു ഒതുങ്ങി നിൽക്കുന്ന സർഫിംഗ് കമ്മ്യൂണിറ്റിയിൽ മാത്രമേ ഈ ഒരു പരിഗണന ഉണ്ടാകുമായിരുന്നുള്ളൂ. യു ആർ സംതിങ് മോർ നൗ, ഇപ്പോൾ നീ എന്തോ ഒന്നാണ്. ദാൻ എ സർഫർ, ഒരു സർഫർ ആകുന്നതിനേക്കാളും. ഫ്രണ്ട്സ് ടെൽ മീ, എന്നോട് സുഹൃത്തുക്കൾ പറഞ്ഞു. അപ്പോൾ സുഹൃത്തുക്കൾ ഇവളോട് പറയുകയാണ്, ഇപ്പോൾ നീ ഒരു സർഫർ അല്ല, മറ്റെന്തോ ആണ്. യു ആർ ദ ബിയറർ ഓഫ് ഹോപ്പ്, നീ പ്രതീക്ഷയുടെ പ്രതീകമാണ്.
ബിയറർ എന്ന് പറഞ്ഞാൽ പ്രതീകം. ഹോപ്പ് എന്ന് പറഞ്ഞാൽ പ്രതീക്ഷ. ഫോർ those who have been handed a bad deal in the card game of life. ജീവിതത്തിൻ്റെ കാർഡ് ഗെയിമിൽ നഷ്ടം സംഭവിച്ചവർക്ക് വേണ്ടിയിട്ട്. ഫോർ those അവർക്ക് വേണ്ടിയിട്ട്. who have been ഹാൻഡിഡ് അവർക്ക് ഉണ്ടായി. എ ബാഡ് ഡീൽ ഒരു മോശപ്പെട്ട കാര്യം. ഇൻ ദ കാർഡ് ഗെയിം ഓഫ് ലൈഫ് ജീവിതത്തിൻ്റെ കാർഡ് ഗെയിമിൽ. ഇൻ സം വേസ് ഒരു രീതിയിൽ പറഞ്ഞാൽ ഇറ്റ് വാസ് ലൈക്ക് ലേണിംഗ് ഇത് പഠിക്കുന്നത് പോലെയായിരുന്നു. ടു സർഫ് ഓൾ ഓവർ എഗെയിൻ വീണ്ടും സർഫിങ് മുഴുവനായിട്ട്. അപ്പോൾ ഇവൾ വീണ്ടും സർഫിങ്ങിന് വേണ്ടി പോകാൻ തീരുമാനിക്കുകയാണ്. അപ്പോൾ അവളിപ്പോൾ സർഫിങ്ങിന് വേണ്ടി പോയപ്പോൾ അവൾക്ക് ഇതെല്ലാം വീണ്ടും പഠിക്കുന്നത് പോലെയായിരുന്നു. ഐ ഹാഡ് ടു ലേൺ എനിക്ക് പഠിക്കേണ്ടി വന്നു. ഹൗ ടു പാഡിൽ എങ്ങനെയാണ് തുഴയുക എന്ന്. പാഡിൽ എന്ന് പറഞ്ഞാൽ തുഴയുക. ഇവൻലി വിത്ത് വൺ ആം ഒരു കൈ ഉപയോഗിച്ചിട്ട്. ആൻഡ് വെൻ ഐ ഫെൽറ്റ് ദ വേവ് പിക്ക് മീ അപ്പ് എനിക്ക് തിരമാല എന്നെ എടുത്തുകൊണ്ട് പോകുന്നത് തോന്നിയപ്പോൾ ഐ ഹാഡ് ടു പുട്ട് മൈ ഹാൻഡ് എനിക്ക് എൻ്റെ കൈ അമർത്തേണ്ടി വന്നു. ഫ്ലാറ്റ് ഓൺ ദ സെൻറ്റർ ഓഫ് ദ ഡെക്ക് എൻ്റെ കൈ ആ ഒരു ഡെക്കിൻ്റെ സെൻട്രലായിട്ട് അമർത്തേണ്ടി വന്നു. ടു ഗെറ്റ് ടു മീ ഫീറ്റ് എനിക്ക് കാലിലേക്ക് ഭാരം ലഭിക്കാൻ വേണ്ടിയിട്ട്. റേദർ ദാൻ ഗ്രാബിങ് ദ സർഫ് ബോർഡ് റെയിൽ ദ വേ യു വുഡ് ഇഫ് യു ഹാഡ് ടു ഹാൻഡ്സ് നിങ്ങൾക്ക് രണ്ട് കൈകളുണ്ടെങ്കിൽ എങ്ങനെയാണോ സർഫ് ബോർഡിൽ നിങ്ങൾ പിടിക്കുന്നത് അതിനേക്കാളും വളരെ ബുദ്ധിമുട്ടേറിയിട്ട് നമുക്ക് ഒരു കൈ ഉണ്ടാകുമ്പോൾ രണ്ട് കാലിലും വേണ്ടി നിൽക്കാൻ വളരെ പ്രയാസമായിരുന്നു എന്നാണ് പറയുന്നത്. മൈ ഫസ്റ്റ് കപ്പിൾ ഓഫ് ട്രൈസ് എൻ്റെ ആദ്യത്തെ 2 ശ്രമം ഡിഡിൻ്റ് വർക്ക് അത് നടന്നില്ല. ഐ കുഡൻറ്റ് ഗെറ്റ് അപ്പ് എനിക്ക് എഴുന്നേൽക്കാൻ സാധിച്ചില്ല. ഐ മസ്റ്റ് അഡ്മിറ്റ് ഞാൻ തീർച്ചയായും പറയേണ്ടതുണ്ട്. അഡ്മിറ്റ് എന്ന് പറഞ്ഞാൽ തുറന്ന് പറയുക. ഐ വാസ് എ ലിറ്റിൽ ബിറ്റ് ഡിസ്കറേജ്ഡ് ആ ഒരു സമയത്ത് ഞാൻ എനിക്ക് കുറച്ച് ധൈര്യക്കുറവ് അനുഭവപ്പെട്ടു. അതായത് കാരണം എന്താണ് അവൾക്ക് ആ ഒരു കാലിൽ ഒറ്റക്കൈ ഉപയോഗിച്ച് എണീറ്റ് നിൽക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ അവൾക്ക് കുറച്ച് ധൈര്യം നഷ്ടപ്പെട്ടു. ഐ തൗട്ട് ഞാൻ ചിന്തിച്ചു ഇറ്റ് വുഡ് ബി ഈസിയർ ഇത് വളരെ ഈസി ആകുമെന്ന്. പക്ഷേ അത് അവൾ ചെയ്തു നോക്കിയപ്പോഴാണ് അവൾക്ക് മനസ്സിലായത് ഇത് നമ്മൾ വിചാരിക്കുന്നത് പോലെയൊന്നുമല്ല ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന്. മൈ ഡാഡ് എൻ്റെ ഉപ്പ ഹു വാസ് ഇൻ ദ വാട്ടർ വിത്ത് മീ എൻ്റെ കൂടെ വെള്ളത്തിലുണ്ടായിരുന്നു. കെപ്റ്റ് ഷൗട്ടിങ് അദ്ദേഹം ഷൗട്ട് ചെയ്തുകൊണ്ടേയിരുന്നു. ബെതനി ട്രൈ ഇറ്റ് വൺസ് മോർ അഗെയിൻ ബെതനി ഒരു പ്രാവശ്യം കൂടി നീ ഒന്ന് ചെയ്തു നോക്ക്. ദിസ് വൺ വിൽ ബി ഇറ്റ് ഇത് ഈ ഒരു പ്രാവശ്യം ചെയ്തതുമാണെങ്കിൽ നിനക്ക് ശരിയാക്കാം. സോ ഐ ഡിഡ് അങ്ങനെ ഞാൻ ചെയ്തു. ദെൻ ഇറ്റ് ഹാപ്പൻഡ് അങ്ങനെ അത് സംഭവിച്ചു. എ വേവ് റോൾഡ് ത്രൂ ആ ഒരു സമയത്ത് ഒരു തിരമാല ഉരുണ്ടു വന്നു. റോൾഡ് എന്ന് പറഞ്ഞാൽ ഉരുണ്ടു വന്നു. ഐ കൗണ്ട് ഇറ്റ് ഞാൻ അതിനെ പിടിച്ചു. പുട്ട് മൈ ഹാൻഡ് ഓൺ ദ ഡെക്ക് ടു പുഷ് അപ്പ് ഞാൻ അമർത്തിക്കൊണ്ട് ആ ഒരു ഡെക്കിൽ എൻ്റെ കൈ വെച്ചു. ആൻഡ് ഐ വാസ് സ്റ്റാൻഡിങ് എന്നിട്ട് ഞാൻ എഴുന്നേറ്റ് നിന്നു. ഐ ഗസ് അപ്പോൾ ഞാൻ ഊഹിച്ചു. ഐ സ്റ്റാർട്ടഡ് ഗെറ്റിംഗ് ദ ടെക്നിക്ക് എനിക്ക് ആ ഒരു ടെക്നിക്ക് കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന്. സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞാൽ തുടങ്ങുക. ഗെറ്റിംഗ് എന്ന് പറഞ്ഞാൽ കിട്ടുക. വയേർഡ് ആഫ്റ്റർ ദാറ്റ് അതിനുശേഷം ഞാനത് സ്വായത്തമാക്കി. വയേർഡ് എന്ന് പറഞ്ഞാൽ സ്വായത്തമാക്കി. ഓഫ് കോഴ്സ് തീർച്ചയായും. വൺസ് ഐ വാസ് ഓൺ മൈ ഫീറ്റ് ഒരു പ്രാവശ്യം ഞാൻ എൻ്റെ കാലുകളിൽ എഴുന്നേറ്റ് നിന്നപ്പോൾ എവറിഥിങ് വാസ് ഈസി പിന്നീട് എല്ലാം വളരെ എളുപ്പമായി. ഇറ്റ് ഈസ് ഹാർഡ് ഫോർ മീ ഇതെനിക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ്. ഹാർഡ് എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ട്. ടു ഡിസ്ക്രൈബ് വിശദീകരിക്കാൻ വേണ്ടിയിട്ട് ദ ജോയ് ആ ഒരു സന്തോഷത്തെ ഐ ഫെൽറ്റ് എനിക്ക് അനുഭവപ്പെട്ടത് ആഫ്റ്റർ ഐ സ്റ്റുഡ് അപ്പ് ഞാൻ എഴുന്നേറ്റ് നിന്നതിന് ശേഷം. അപ്പോൾ അവൾ എഴുന്നേറ്റ് നിന്നതിന് ശേഷം അവൾക്കുണ്ടായ ആ ഒരു സന്തോഷം അവൾക്കൊരിക്കലും വിശദീകരിക്കുവാൻ സാധിക്കാത്തതാണ്. ആൻഡ് റോഡ് എ വേവ് ഒരു തിരമാലയിലൂടെ സഞ്ചരിച്ചത്. ഇൻ ഫോർ ദ ഫസ്റ്റ് ടൈം ആദ്യമായിട്ട്. ആഫ്റ്റർ ദ അറ്റാക്ക് ആ ഒരു അറ്റാക്കിന് ശേഷമായിട്ട്. ഐ വാസ് ഇൻക്രെഡിബ്ലി താങ്ക്ഫുൾ എനിക്ക് മനം നിറഞ്ഞ നന്ദി അനുഭവപ്പെട്ടു. ഇൻക്രെഡിബ്ലി എന്ന് പറഞ്ഞാൽ മനം നിറഞ്ഞ. ആൻഡ് ഹാപ്പി ഇൻസൈഡ് എന്നിട്ട് സന്തോഷമുള്ളിൽ ഉണ്ടായി. ദ ടൈനി ബിറ്റ് ഓഫ് ഡൗട്ട് എനിക്കുണ്ടായിരുന്ന ആ ഒരു ചെറിയ സംശയം. ദാറ്റ് വുഡ് സംടൈംസ് ടെൽ മീ അതെന്നോട് ചിലപ്പോൾ പറയുമായിരുന്നു. സംടൈംസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ. യു വിൽ നെവർ സർഫ് അഗെയിൻ നിനക്കൊരിക്കലും സർഫ് ചെയ്യാൻ സാധിക്കില്ല. വാസ് ഗോൺ ഇൻ വൺ വേവ് അത് ഒരു തിരമാലയിലൂടെ കടന്നുപോയി. അവൾ ഒരു തിരമാലയെ മറികടന്നപ്പോൾ അവൾക്കുണ്ടായിരുന്ന ആ ഒരു ചിന്ത ഇല്ലാതായി. ഈവൻ ഥോ ഐ വാസ് ഓൾ വെറ്റ് ഞാൻ മുഴുവനായി നനഞ്ഞിരുന്നു എങ്കിലും ഐ ഫെൽറ്റ് ടിയേഴ്സ് ഓഫ് ഹാപ്പിനെസ് എനിക്ക് സന്തോഷത്തിൻ്റെ കണ്ണുനീര് അനുഭവപ്പെട്ടു. ട്രിക്ലിംഗ് ഡൗൺ മൈ ഫേസ് അതെൻ്റെ മുഖത്തിലൂടെ ഒഴുകി. ട്രിക്ലിംഗ് എന്ന് പറഞ്ഞാൽ ഒഴുകുക. ഫെൽറ്റ് എന്ന് പറഞ്ഞാൽ അനുഭവപ്പെടുക. ടിയേഴ്സ് എന്ന് പറഞ്ഞാൽ കണ്ണുനീര്. ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ സന്തോഷം.
അപ്പോൾ ഇതോടുകൂടി നമ്മളുടെ ഈ ഒരു പാഠഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. വളരെ മനോഹരമായ ഒരു പാഠഭാഗമായിരുന്നു ഇത്. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂട്ടുകാർക്കെല്ലാം അയച്ചു കൊടുക്കണം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദ്യമായ നന്ദി.